2024 മലയാള സിനിമകൾ തുടർച്ചയായി 150 കോടിയിൽ ഇടം പിടിച്ചപ്പോൾ ഒരാളെ മാത്രം മോളിവുഡ് മിസ് ചെയ്തു. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കില്ല. മോഹൻലാൽ യുഗം അവസാനിച്ചു എന്ന് പറഞ്ഞവർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് 2025 മോഹൻലാൽ തന്റെ വർഷമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുന്ന മോഹൻലാലിന് 2025 മറ്റൊരു നേട്ടവും കൂടി ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 50 ദിവസം കൊണ്ട് 2 മോഹൻലാൽ സിനിമകൾ മാത്രം മലയാളം ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ചത് 476 കോടി ഗ്രോസ് കളക്ഷനാണ്. അതേസമയം ഈ 2 സിനിമകളും ഓവർസീസിൽ നിന്ന് നേടിയത് 140 കോടിയും. മാർച്ച് അവസാന വാരം തിയേറ്ററിലെത്തിയ എമ്പുരാൻ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും ഗംഭീര കളക്ഷനാണ് നേടിയത്. ഈ ചിത്രം ആഗോളതലത്തിൽ മലയാളത്തിലെ ടോപ്പ് ഗ്രോസറും ഏറ്റവും അധികം ബിസിനസ് നേടിയ സിനിമയുമായി മാറി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആദ്യ ദിനത്തിൽ 67 കോടിയിലധികം നേടി. 48 മണിക്കൂർ പിന്നീട് മുമ്പേ ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തിയ സിനിമ 5 ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. 30 ദിവസം കൊണ്ട് 325 കോടിയാണ് എമ്പുരാന്റെ ആഗോള ബിസിനസ് നേട്ടം. 263 കോടിയാണ് എമ്പുരാന്റെ തിയേറ്ററിക്കൽ നേട്ടം. ഏപ്രിൽ തിയേറ്ററിലെത്തിയ തരൺമൂർത്തി ചിത്രം തുടരും മികച്ച പ്രതികരണം നേടുന്നതിനോടൊപ്പം എല്ലാവരും ആഗ്രഹിച്ച ആ പഴയ മോഹൻലാലിനെ കൂടി തിരികെ തന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും 200 കോടി കടന്നിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഇതുവരെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 210 കോടിയാണ്. ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 103 കോടിയാണ് നേടിയത്. ഇതോടെ കേരളത്തിൽ നിന്ന് ഒരു സിനിമ ആദ്യമായി 100 കോടി കടന്നെന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തം പേരിലാക്കി. ഒപ്പം 2018 പിന്നിലാക്കി ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ടാഗും. ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി കടന്ന 5 സിനിമകളിൽ 2 മോഹൻലാലിന്റെ പേരിലാണ്. നിലവിൽ 2ഉം 5ഉം സ്ഥാനങ്ങളാണ് മോഹൻലാൽ സിനിമകളുള്ളത്. വിക്കി കൗശൽ നായകനായി എത്തിയ ചാവയാണ് കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്ന സിനിമ. എമ്പുരാൻ 2ാം സ്ഥാനത്തും തുടരും 5ാം സ്ഥാനത്തുമാണുള്ളത്. ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പനയിലും മോഹൻലാൽ കുതിച്ചു കയറിയിരുന്നു. 17 ദിവസം തുടർച്ചയായി 100Kയിലധികം ടിക്കറ്റുകളാണ് തുടരും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത്. 4.17 മില്യൺ ടിക്കറ്റുകളാണ് തുടരും ഇതുവരെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്. 4.2 മില്യൺ ടിക്കറ്റ് വിറ്റ് 1ാം സ്ഥാനത്തുള്ള മഞ്ഞുമൽ ബോയ്സിനെ തുടരും ഉടൻ മറികടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇനി വരാനിരിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വം മികച്ച പ്രതികരണം നേടി മുന്നേറിയാൽ ഹാട്രിക് 100 കോടിയാകും മോഹൻലാലിന്റെ പേരിലേക്ക് വരിക. എക്കാലത്തും മലയാളികൾക്ക് ഓർത്തിരിക്കാവുന്ന സിനിമകൾ സമ്മാനിച്ച ഈ കൂട്ടുകെട്ട് മോഹൻലാലിന് മറ്റൊരു വിജയം സമ്മാനിക്കട്ടെ. എവിടെ മോഹൻലാൽ എന്ന് ചോദിച്ചവർക്ക് ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറക്കം മറുപടി നൽകിക്കൊണ്ട് മോഹൻലാൽ മലയാള സിനിമയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു.